അനിയത്തി എന്ന സീരിയലിലൂടെയാണ് ഗൗരി കൃഷ്ണൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പൗർണമി തിങ്കൾ എന്ന പരമ്പരയിലൂടെ ഗൗരി നിരവധി ആരാധകരെയും സ്വന്തമാക്കി. ഈ ഹിറ്റ് സീരിയലിന്റെ സംവിധായകൻ മനോജ് പേയാടും ഗൗരിയും 2022 വിവാഹിതരായത്. ഇതേ സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. വിവാഹവിശേഷങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗൗരി തത്സമയം പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ ഭർത്താവും സംവിധായകനുമായ മനോജുമായി വേർപിരിയുകയാണെന്ന് താരം തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ മുൻഗണനകൾ വ്യത്യസ്തമായതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നും നടി വ്യക്തമാക്കുന്നു. വേർപിരിയുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കൾ എന്ന നിലയിലുള്ള ബന്ധം നിലനിർത്തുമെന്ന് ഗൗരി അറിയിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്നും ക്യാപ്ഷനുകൾ നൽകുമ്പോൾ കരുതലോടെയായിരിക്കണമെന്നും താരം അഭ്യർത്ഥിച്ചു. തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗൗരി കുറിക്കുന്നു. നിലവിൽ താൻ കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നടി തുറന്നു പറഞ്ഞു. ഡിപ്രഷനും മെഡിറ്റേഷനുമൊക്കെയായി മുന്നോട്ടു പോവുകയാണ്. നിങ്ങളത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് താരം കുറിച്ചത്. നേരത്തെ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് വെളിപ്പെടുത്തി ഗൗരി എത്തിയിരുന്നു. പുതിയ യൂട്യൂബ് വ്ലോഗിൽ പ്രേക്ഷകരുമായി സംവദിക്കുന്നതിനിടെയാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ചേട്ടൻ എവിടെ, അങ്ങോട്ട് പോകുന്നില്ലേ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് തങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് നടി വെളിപ്പെടുത്തിയത്. ഗൗരിയുടെ മറുപടിയിൽ വിഷമം അറിയിച്ച് ചേട്ടൻ പാവമല്ലേ, ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ വിശദീകരണം നടി നൽകുന്നുണ്ട്. കൂട്ടുവേണം, അതാണ് എൻ്റെയും പ്രശ്നം. പക്ഷേ അത് രണ്ടുപേർക്കും വേണമെന്ന് തോന്നണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നല്ലൊരു കൂട്ടാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആണ് ഇങ്ങനെയൊരു തീരുമാനം, അല്ലാതെ ആരും മോശമായത് കൊണ്ടല്ല. എന്തായാലും എല്ലാവരും ഒരിക്കൽ മരിക്കും. അതിനു മുൻപ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. ഇന്നലെ വന്ന ആർക്കൊക്കെയോ വേണ്ടി വിലപ്പെട്ട ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. രണ്ടു പേർക്കും ഇഷ്ടം ഒരുപോലെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാകും. സ്നേഹം നിർബന്ധിച്ച് നേടിയെടുക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായി ഉടലെടുക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് ഒരു ശല്യമാകാതെ മാറിപ്പോകുന്നതും ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒന്നിച്ച് ജീവിക്കുന്ന എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്നുമില്ലെങ്കിലും നമുക്കൊന്ന് സംസാരിക്കാൻ എങ്കിലും ഒരു കൂട്ട് വേണ്ടേ? ഞാൻ കല്യാണം കഴിച്ചത് എനിക്കൊരു കൂട്ടിനു വേണ്ടിയാണ്, അല്ലാതെ സമൂഹത്തിന് മുന്നിൽ ഷോ ഓഫ് ചെയ്യാനല്ല എന്നായിരുന്നു ഗൗരിയുടെ വാക്കുകൾ.